NCP-യിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. ഏത് NCP-യിൽ എന്നല്ലേ? നമ്മുടെ ശശീന്ദ്രൻ മിനിസ്റ്ററുടെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മിനിസ്റ്ററുടെ NCP-യിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മന്ത്രി AK ശശീന്ദ്രനെതിരെ പ്രമേയം പാസാക്കിയതിന് പിന്നാലെ മന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ കോഴിക്കോട്ട് വിമത യോഗം ചേർന്നു. മന്ത്രി ശശീന്ദ്രനും അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും യോഗത്തിൽ പങ്കെടുത്തു. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരണമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. PC ചാക്കോയെ കണ്ട് ശശീന്ദ്രൻ അനുകൂലികൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടും. യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. VS രഞ്ജിത്തോടെ കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി. ആ ദൃശ്യങ്ങളിൽ എല്ലാം ഉണ്ട്. കാര്യം അതൊരു വിമത യോഗം തന്നെയാണ്. ഒരു ഭാഗത്ത് ചേരുമ്പോൾ മന്ത്രിയോടൊപ്പം നിൽക്കുന്നവർ ഒരു വിഭാഗം ചേരുന്നു. NCP ആ അർത്ഥത്തിൽ ഒരു സ്പ്ലിറ്റിലേക്ക് പോവുകയാണോ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച്? ശശീന്ദ്രൻ അനുകൂലികളും ശശീന്ദ്രനെ എതിർക്കുന്നവരും. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ വളരെ രഹസ്യമായാണ് മന്ത്രി AK ശശീന്ദ്രനും അഡ്വക്കേറ്റ് PN സുരേഷ് ബാബുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒരു ഗ്രൂപ്പ് യോഗം, വിമത യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എലത്തൂരിൽ മന്ത്രി ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളതാണ്. നാളെ തിരുവനന്തപുരത്ത് NCPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ PC ചാക്കോ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു ഭാവി എങ്ങനെയുണ്ടാകും എന്നറിയാൻ അതിൽ വിമത വിഭാഗം, അതായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗവും മന്ത്രി AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നാവശ്യപ്പെടുന്നവരാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്നത് 8 തവണ മത്സരിച്ച് 6 തവണ MLA ആയി, 2 ടേം മന്ത്രിയായി, 10 തവണ തുടർച്ചയായി പിണറായി സർക്കാരിൽ മന്ത്രിയായ ഏക മന്ത്രിയാണ് അദ്ദേഹം മാറി നിൽക്കാം എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. കാരണം മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണം എന്നൊരു ഘട്ടത്തിൽ NCP-യിൽ ആവശ്യം ഉന്നയിച്ചപ്പോൾ കോഴിക്കോട് ജില്ലാ ഘടകം മന്ത്രിക്കൊപ്പം നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇക്കുറി കൂടി മത്സരിച്ച് മാറി നിൽക്കുമെന്നൊരു ഉറപ്പ് മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉറപ്പ് മന്ത്രി പാലിക്കണം എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല എന്ന നിലപാടിലാണ് AK ശശീന്ദ്രൻ ഇപ്പോഴുള്ളത്. അപ്പോൾ മന്ത്രിയെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളതാണ് NCP-യിലെ പിളർപ്പിന്റെ അടിസ്ഥാന കാരണമായി മാറുക. മന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ AK ശശീന്ദ്രൻ വിഭാഗം NCP-യെ പിളർത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ആകെപ്പാടെ കുറച്ച് വിരലിലുണ്ടാവുന്ന നേതാക്കളുള്ള പാർട്ടിയാണ് NCP. അതിനകത്ത് ഇനിയും പിളർന്നാൽ ആ പാർട്ടിയുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, പണ്ടേ എന്താണ് അത് ദുർബല, ഇപ്പോൾ ഗർഭിണിയും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. VS അതിനിടയ്ക്ക് ഒരു കാര്യം, പാർട്ടി കാര്യമല്ല, രാവിലെ ബീച്ചിലൊക്കെ നല്ല ആളുകളുണ്ട്. രാവിലെയൊക്കെ ഒരു 8 മണി കഴിഞ്ഞാൽ പുറത്ത് വലിയ ചൂടാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ബീച്ചിലേക്കൊക്കെ കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടല്ലോ പുറകുവശത്തെ ബീച്ചിൽ. ഇന്ന് ഡോക്ടർ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഓരോ ചെറിയ ചെറിയ ക്ലബ്ബുകളുമൊക്കെ വനിതാ ദിന റാലികളുമൊക്കെ ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് രാവിലെ മാത്രമാണ്. സാധാരണ നോമ്പ് കാലത്ത് ഈ നോമ്പ് ദിനത്തിലെ പ്രഭാതങ്ങളിൽ ബീച്ചിൽ ആൾ കുറയാറുണ്ട്, ഈ എല്ലാവരും നോമ്പ് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ. പക്ഷേ ഇന്നിപ്പോ ഈ വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് അല്പം തിരക്കുണ്ട് കോഴിക്കോട്. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ രഞ്ജിത്തെ, നമ്മൾ ഈ കോഴിക്കോട് കണ്ണൂരൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ കാണുന്നത് രാത്രി കാലങ്ങളിൽ ഈ തെക്കൻ ജില്ലകളിലേക്കാൾ കൂടുതൽ സ്ത്രീകളും കുടുംബവും ഒക്കെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനും ബീച്ചിലൊക്കെ കറങ്ങി നടക്കുന്നതൊക്കെ ഈ കോഴിക്കോടും കണ്ണൂരും ഒക്കെ കൂടുതലാണ്. കോഴിക്കോട്ടൊക്കെ അർദ്ധരാത്രി വരെയും സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ ഈ ബീച്ചിലൊക്കെ ഇരുന്ന് കറങ്ങി വളരെ പോകുന്നത് വലിയൊരു മാറ്റമാണ് അല്ലേ ഒരർത്ഥത്തിൽ? തീർച്ചയായിട്ടും നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവർ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏത് ജില്ലയിൽ പോയാൽ കാണുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ ഈ കൊച്ചിയിൽ പോലും മറൈൻ ഡ്രൈവിൽ നമുക്ക് രാത്രി പോയി ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ രാത്രി എന്നല്ല പുലർച്ചെ ഒരു 4 മണി 5 മണി വരെ ആളുകളുണ്ടാവും. 5 മണി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഈ നടക്കാൻ വരുന്നവരുടെ തിരക്കാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ തിരക്കൊഴിയുക എന്ന് പറഞ്ഞ സമയമില്ല. അത് മാത്രമല്ല, രാത്രിയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ധാരാളം ആളുകൾ ഫാമിലി ആയിട്ട് വരും. ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് പ്രത്യേകിച്ച് പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ രാത്രി വരും. ഈ പുലർച്ചെ അത്താഴം കഴിക്കുന്നതിന് വരെ, ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ അത്താഴം കഴിക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഈ അത്താഴം കഴിക്കുന്നത് വരെ, നോമ്പ് തുടങ്ങുന്നത് വരെ രാത്രി ബീച്ചിൽ ഇരിക്കുക എന്നുള്ളൊരു പതിവ് കൂടി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത്താഴം കഴിച്ച് സുബൈ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് രാത്രി നല്ല ആളുകളാണ് ഈ ബീച്ചിനകത്ത്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്, താങ്ക് യു. അപ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഇന്ന് വനിതാ ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.